നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നത്. റിലീജിയസ് ആവുക എന്ന് പറഞ്ഞാൽ ഒരു കിണറാവുക എന്നാണ്. നിങ്ങൾ സ്പിരിച്വൽ ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉറവയാവുക എന്നാണ്. അതാണ് അതിന്റെ വ്യത്യാസം. കിണർ കാണാതെയൊക്കെ ആവും, പ്രളയത്തിൽ കാണാതെ ആയില്ലേ, പക്ഷെ ആ മണ്ണൊന്ന് മാറ്റി നോക്കിയാലേ ആ ഉറവ അവിടെ തന്നെ ഉണ്ടാവും. അതിന്റെ പേരാണ് സ്പിരിച്വാലിറ്റി. അതുകൊണ്ടാ ഖുർആൻ ഈ വാല്യൂസിൽ വിട്ടുവീഴ്ച തരാത്തത്. വിട്ടുവീഴ്ച ഇല്ല അതിൽ. നിസ്കാരത്തിൽ ഇളവുണ്ടല്ലോ അല്ലെ. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾ ഇരുന്ന് മതി, ഇരുന്ന് കഴിയാത്ത ഒരാൾ കിടന്നു മതി, അങ്ങനെയൊക്കെ മതി. നിസ്കരിക്കണം എന്നേ ഉള്ളൂ. നോമ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ പറഞ്ഞത് നിങ്ങൾ യാത്രക്കാരനാ എന്നാ പിന്നെ മതി, നിങ്ങൾ രോഗിയാണോ എന്നാ രോഗം മാറിയിട്ടൊക്കെ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആദ്യം തന്നെ പറഞ്ഞത് ഇളവാണ്. ആലോചിച്ചോക്കോ നിങ്ങൾ. ആദ്യം തന്നെ പറഞ്ഞത് ഇളവാ. നിസ്കാരത്തിന് ഇളവുണ്ട്, നോമ്പിന് ഇളവുണ്ട്, കള്ളം പറയുന്നതിന് ഇളവില്ല, ഒരാളെ ചതിക്കുന്നതിന് ഇളവില്ല, ഒരാളെ പറ്റിക്കുന്നതിന്, ഒരാളെ കുറിച്ച് അപവാദം പറയുന്നതിന്, ഹിംസിക്കുന്നതിന് ഇല്ല. ഹിംസ എന്ന് പറഞ്ഞാൽ ഒരാളിങ്ങനെ കൊല്ലല് മാത്രമല്ല, ഒരാൾക്കെതിരെ നമ്മൾ ചെയ്യുന്ന ഒരു കമന്റ് പോലും, ഒരാൾക്കെതിരെ നമ്മൾ ഇടുന്ന ഒരു കമന്റോ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമോ അതൊക്കെ ഹിംസ തന്നെയാണ്. ഹിംസ എന്ന് പറയുന്നത് ഒരാളെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല, അതിലൊന്നും വിട്ടുവീഴ്ചയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിസ്കരിക്കണം എന്നേ ഖുർആൻ പറഞ്ഞു തന്നിട്ടുള്ളൂ, നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല. 6000-ലേറെ വചനങ്ങളില്ലേ ഖുർആനില്. ഒരൊറ്റ വചനം കൊണ്ട് പോലും പറഞ്ഞുകൊണ്ടിരുന്ന നിസ്കരിക്കേണ്ട രൂപം എങ്ങനെയാണ് എന്ന്, സുജൂദ് എങ്ങനെയാണ്, റുക്കു എങ്ങനെയാണ്, കൈകെട്ടേണ്ടത് എവിടെയാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞു തന്നിട്ടില്ല. നിസ്കാരത്തിന്റെ ഉള്ളടക്കം മുഴുവനും ഉള്ളത് ഹദീസിലാണ് അല്ലേ, ആണല്ലോ. എന്നാൽ അതേ ഖുർആനില് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തന്നിട്ടില്ലാത്ത ഖുർആനില് അന്ധനായൊരു മനുഷ്യന് വേണ്ടിയിട്ട് 10 ആയത്തുകളുണ്ട്. 10 ആയത്തുകൾ, വിലപ്പെട്ട ആയത്തുകൾ. സംഭവം നിങ്ങൾക്ക് അറിയാലോ. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങോട്ടാരും വരരുത് എന്ന് റസൂൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടൊരാൾ വന്നു, ഉറക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞത്. റസൂല് സലാം വിട്ടൊക്കെ ചെയ്തു. പക്ഷെ റസൂലിന് ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം വന്നത്. ഒരനിഷ്ടം ഉണ്ടായി. ഈ അനിഷ്ടം വാക്കുകൊണ്ട് പ്രകടിപ്പിച്ചിട്ടൊന്നുമില്ല. ആകെ സംഭവിച്ചത് നെറ്റി ഒന്ന് ചുളിഞ്ഞിട്ടേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കണം കേട്ടോ. നെറ്റി ഒന്ന് ചുളിഞ്ഞിട്ടേ ഉള്ളൂ. ഈ നെറ്റി ചുളിയ എന്നുള്ളതിന് അറബിയിൽ പറയുന്ന വാക്ക് അബസ എന്നാണ്. ഈ അബസ എന്നുള്ള പേരിൽ ഖുർആനിൽ ഒരു വചനമല്ല, ഒരു അധ്യായമാണ്. റസൂൽ അത് ശരിയായില്ല കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. റസൂൽ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ, അബ്ദുള്ള നിങ്ങൾ ഈ സമയത്ത് ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വിഷമവും. പക്ഷെ നെറ്റി ചുളിഞ്ഞ കാര്യം അദ്ദേഹം അറിഞ്ഞിട്ടുപോലുമില്ല. അത് കാണാനുള്ള കണ്ണില്ല ആ പാവം മനുഷ്യന്, അന്ധനായ മനുഷ്യന്. എന്നിട്ടും ആകാശലോകങ്ങളിൽ നിന്ന് പടച്ചോൻ ഇടപെട്ടു. ഇതാണ് ഖുർആൻ. ആയിരക്കണക്കിന് സംഭവങ്ങളില്ലേ റസൂലിന്റെ ജീവിതത്തിൽ, ആയിരക്കണക്കിന് സംഭവങ്ങൾ റസൂലിന്റെ ജീവിതത്തിലില്ലേ. എന്നിട്ട് എന്തിനാ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ അനശ്വരമാക്കി നിലനിർത്തിയത്? എന്തിനാണ്? മനുഷ്യൻ. അതിനാണ്. അന്ധനായി എന്നുള്ളത് കൊണ്ടേ, അഗതിയോ അശരണനോ അവശനോ അടിമയോ ആയി എന്ന കാരണം കൊണ്ട് മനുഷ്യനെ അവഗണിക്കാൻ പാടില്ല. പിന്നെ എപ്പോഴൊക്കെയാണോ ആ സഹാബിയെ കാണുന്നത് അപ്പോഴൊക്കെയും റസൂൽ ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും, അബ്ദുള്ള ഒരിക്കലും എൻ്റെ അടുത്തൊരു അബദ്ധം ഉണ്ടായി, നിങ്ങളെന്റെ സഹോദരനാണ് കേട്ടോ. റസൂലിന് അത്രയും വിഷമം ഉണ്ടാക്കിയത് ആ നെറ്റി ചുളിഞ്ഞത് അത്രയും സങ്കടമായി. നമ്മളൊരു വാക്ക് ഉപയോഗിക്കുമ്പോഴേ, ഒരു കാര്യം പറയുമ്പോഴേ മറ്റൊരാളെ കുറിച്ചാകുമ്പോൾ അത്രയേറെ സൂക്ഷിക്കണം. അതിനാണത് പറഞ്ഞു തന്നത്. അതിനല്ലേ ഖുർആൻ അത് പറഞ്ഞു തന്നത്. മറ്റൊരാളെ കുറിച്ചാകുമ്പോൾ അത്രയേറെ സൂക്ഷ്മതയോടുകൂടിയാണ് വാക്കുകൾ ഉപയോഗിക്കേണ്ടത്. ഇതാണ് ഖുർആൻ ഇങ്ങനെ ഉണർത്തിത്തരുന്ന മാനവികത, മനുഷ്യത്വം, മനുഷ്യന്റെ കൂടെ നിൽക്കല്, മനുഷ്യനെ ചേർത്ത് പിടിക്കൽ, മനുഷ്യന്റെ കണ്ണീരിന് പരിഹാരം കൊടുക്കല്, മനുഷ്യന്റെ സങ്കടങ്ങൾക്ക് പരിഹാരം കൊടുക്കല്, നമ്മളെ കരയിപ്പിച്ചവരുടെ കരച്ചിൽ മാറ്റല്. ഇതാണ് ഖുർആൻ പറഞ്ഞു തരുന്നത്. നമ്മളെ കരയിപ്പിച്ചവർ അങ്ങോട്ടും കരയിപ്പിക്കലല്ല. എന്നെങ്കിലും ഒരിക്കലും അവർ കരയുമ്പോഴേ ആ കരച്ചിലും മാറ്റാൻ നമ്മൾ ഇറങ്ങണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതാണ് ഈ വിട്ടുവീഴ്ച എന്നൊക്കെ പറയുന്നത് അല്ലെ. നമ്മൾക്കൊരാള് പാര വെക്കുകയോ നമുക്ക് എന്തെങ്കിലും ശല്യം ഉണ്ടാക്കുകയോ ചെയ്ത് നമ്മളെന്താ പറയാ, എനിക്കൊരു അവസരം കിട്ടട്ടെ ഞാൻ കാണിച്ചു തരാന്നാ പറയാ. ആണല്ലോ ഖുർആൻ പറഞ്ഞത്. ഒരു അവസരം കിട്ടുന്നത് വരെ കാത്തിരിക്കണം, എന്നിട്ട് കാണിച്ചു കൊടുക്കണം എന്നാ പറഞ്ഞ. എങ്ങനെ കാണിച്ചു കൊടുക്കണം? എന്നാണ് റസൂൽ അതിന് വിശദീകരണം തന്നത്. വേദനിപ്പിച്ചവർക്ക് പുറത്തു കൊടുക്കുക. നിങ്ങളോട് മിണ്ടാതെ നടക്കുന്നവരോട് ചെന്ന് മിണ്ടുക.
അവസാനം പറഞ്ഞത് അങ്ങനെയാണ്, വഅഅ്ത മൻ ഹറമനി. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാക്കിയ ആളൊക്കെ ഉണ്ടാവും. ഹറമനി എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന് പറയാവുന്ന അർത്ഥം പാരവെക്കുക എന്നാണ്. നമുക്ക് കിട്ടേണ്ട ഒരു സംഗതി ഒരാൾ ഇടയിൽ കയറിയിട്ട് തടഞ്ഞു. അയാൾക്ക് കിട്ടേണ്ട ഒരു സംഗതി എന്നോ ഒരിക്കൽ നമ്മുടെ കയ്യിൽ വന്നു. നമ്മൾ എന്തു ചെയ്യണം? റസൂലിന്റെ പ്രയോഗമാണ് വഅഅ്ത മൻ ഹറമനി. കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. അതാണ് അവസരം വരുന്നത് വരെ കാത്തിരിക്കണം. എനിക്കൊരു അവസരം കിട്ടട്ടെ, കാണിച്ചു തരാം. കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. കരയിപ്പിച്ചവരെ കരയിപ്പിക്കാനല്ല പറഞ്ഞത്, കരയിപ്പിച്ചവരുടെ കണ്ണീര് തുടക്കാനാണ് പറഞ്ഞത്. അതാണ് മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടപ്പോഴും മക്കയിലെ മനുഷ്യർ പട്ടിണിയാണ് എന്നറിഞ്ഞപ്പോൾ ഭക്ഷണം കൊടുത്തയച്ച പ്രവാചകനെ ഭ്രാന്തൻ എന്ന് വിളിച്ച മനുഷ്യരുടെ വായിലേക്ക് ഭക്ഷണം കൊണ്ട് മറുപടി കൊടുത്ത പ്രവാചകൻ. ആ സ്നേഹത്തിന്റെ മഹാദൂതന്റെ പിൻഗാമികളായ ആളുകൾക്ക് എങ്ങനെയാണ് മനുഷ്യനെ വെറുക്കാൻ കഴിയുന്നത്, മനുഷ്യനെ അകറ്റാൻ കഴിയുന്നത്? കാരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ മനുഷ്യന്മാരെ സ്നേഹിക്കണം. ചിലപ്പോൾ അകലാനോ അകറ്റാനോ ഒക്കെ ഉള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ മനുഷ്യരെ അടുപ്പിക്കാനാണ് പറ്റേണ്ടത്. ഏതൊരു സംഗതിയും അർഹതയുള്ളവർക്കാണല്ലോ കൊടുക്കേണ്ടത്, ആണല്ലോ അല്ലെ? പക്ഷെ അർഹത ഇല്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ വില കൂടുന്ന ഒരു കാര്യമുണ്ട്. അർഹത ഇല്ലാത്തവർക്കാണ് കൊടുക്കേണ്ടത്, അപ്പൊ അതിന് വില കൂടും. അതെന്താണെന്നറിയോ? അത് മാപ്പ് കൊടുക്കലാണ്. നമുക്കറിയാം അയാൾ അതിന് അർഹനല്ല, അത്രയും ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നു, അത്രയും വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയാൾക്ക് കൊണ്ടുപോയി കൊടുക്കണം. അപ്പൊ അതിനുണ്ടാകുന്നൊരു മൂല്യമുണ്ട്, അളക്കാനൊന്നും കഴിയുള്ളത്. അതാണ് വഅഅ്ത മൻ ഹറമനി വഅഅ്ഫു അൻ ളലമനി വഅസ്ല മൻ ഖതഅനി എന്നൊക്കെ 9 വസിയത്തുകൾ വിശദീകരിക്കുമ്പോൾ